സ്വാഗതം ശ്രീ അനിൽ കെ ആന്റണി. ഈ ദുരന്ത മേഖലയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ അടക്കം അല്ലെങ്കിൽ അവിടെ ഷെൽട്ടറുകൾ അടക്കം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഏറ്റവും അവസാനം 28 കോടി രൂപ കൂടി അനുവദിക്കുന്നു. 529 കോടി രൂപ കേരളത്തിൻ്റെ ദുരന്ത നിവാരണത്തിന് വേണ്ടി അനുവദിച്ചതിന് പുറമെയാണ് ഈ തുക അനുവദിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഓരോ യോഗങ്ങളിലും ഓരോ കവലകളിലും പ്രസംഗിക്കുകയാണ്. മന്ത്രിമാരടക്കം പറയുകയാണ് കേന്ദ്രം സഹായിക്കുന്നില്ല, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നിങ്ങനെ വലിയ വലിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇതൊന്നും നോക്കുന്നില്ല, കൃത്യമായി അവർ പണം അനുവദിക്കുന്നു. ഇതിൻ്റെ രേഖകളടക്കം ജനം TV പുറത്തുവിടുകയാണ്. അപ്പോൾ കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന സംസ്ഥാന സർക്കാർ, അതിനൊപ്പം സഹായങ്ങൾ തുടർച്ചയായി അനുവദിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ എങ്ങനെ കാണുന്നു ഈ ഒരു സമീപനത്തെ, അനിൽ കെ ആന്റണി? ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാര്യം ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യ നയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 30-ൽ 21 സംസ്ഥാനങ്ങൾ ഇന്ത്യയെ ഭരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ 30 സംസ്ഥാനങ്ങളിലും ജനങ്ങളുടെ കാര്യങ്ങളിൽ നരേന്ദ്രമോദിജി ഒരു വിട്ടുവീഴ്ച, അദ്ദേഹം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാറില്ല. കേരളത്തിലും ഇപ്പം വയനാട്ടിലെ ദുരന്തം വന്ന സമയത്ത് ആദ്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആദരണീയനായ പ്രധാനമന്ത്രി അവിടെ വന്നിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി. അത് കഴിഞ്ഞിട്ട് അന്നത്തെ സാഹചര്യം, അതായത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോർപ്പറേഷൻ അന്ന് തന്നെ ഏകദേശം 750 കോടി കേന്ദ്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു വലിയൊരു തുക അന്ന് കേരള സർക്കാർ ചിലവാക്കിയിട്ടില്ല. അത് കാരണം ചില സാങ്കേതിക ഇഷ്യൂസ് കാരണമായിരുന്നു പുതിയ തുക കൊടുക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ 28 കോടിയും കൂടെ വയനാട്ടിലെ റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയും കേരളത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ, ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേഖലയിൽ മാത്രമല്ല, ഡെവലപ്മെന്റൽ ഇഷ്യൂ ആയാലും മറ്റ് ഏത് മേഖലയിലായാലും കേന്ദ്ര സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് അവിടെ കേരളത്തിൽ MLA-മാരുണ്ടോ MP-മാരുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടേയിരിക്കും, അതൊരു സംശയമില്ല. കേരള സർക്കാർ അവരുടെ പരാജയങ്ങൾ മാറ്റിവെക്കാൻ ഇന്ന് തന്നെ അപ്പം കേരളത്തിൽ ആശാ വർക്കർമാരുടെ ഒരു സമരം നടക്കുന്നുണ്ട്. അതിലും ആദരണീയനായ ദേശീയ അധ്യക്ഷൻ, BJP-യുടെ ദേശീയ അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായ ശ്രീ JP നദ്ദ, അദ്ദേഹം വളരെ വ്യക്തമായി കേരളത്തിന് കൊടുത്ത കണക്കുകളെല്ലാം പാർലമെന്റിൽ എണ്ണി പറഞ്ഞു. പക്ഷേ ഇന്ന് അതിനെക്കുറിച്ചും കേരളത്തിലെ സർക്കാർ പറയുന്നത് ഇനിയും തുക കൊടുക്കാനുണ്ട്. പല വ്യാജ കണക്കുകൾ പറഞ്ഞവർ അവരവരുടെ ഇൻഎഫിഷ്യൻസി മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിപ്പപ്പെടാനൊന്നുമില്ല, അത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷെ നരേന്ദ്രമോദിജി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക, കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് കേന്ദ്ര സർക്കാർ ചെയ്യും. അത് നാച്ചുറലാണ്.